നമസ്കാരം. ഡോക്ടർ ഹിയർ പരിപാടിയിലേക്ക് സ്വാഗതം. എല്ലുകളുടെ ബലം കുറയുന്നത്, അതായത് ബലക്ഷയം വരുന്നത് പതിവാണ്. പൊതുവെ നല്ല ബലമുള്ള എല്ലുകളാണ് വേണ്ടത്. എന്നാൽ ഇന്നത്തെ കാലത്ത് പണ്ടുണ്ടായിരുന്നവരുടെ എല്ലിൻ്റെ ഉറപ്പ് കാണുന്നത് വളരെ കുറവാണ്. ഇതുപോലെ പ്രായം കൂടുമ്പോൾ ഓസ്റ്റിയോപൊറോസിസ് എന്ന അവസ്ഥയും ഉണ്ടാകാറുണ്ട്. ഇന്ന് ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. തലശ്ശേരി മിഷൻ ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ അരുൺകുമാറിയാണ് നമ്മുടെ അതിഥി. ഡോക്ടർ, സ്വാഗതം പരിപാടിയിലേക്ക്. നമസ്കാരം. ഡോക്ടർ, ഇതൊരു നിശബ്ദ കൊലയാളി എന്നാണല്ലോ അറിയപ്പെടുന്നത്. എങ്ങനെയാണ് ഇത് ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്? എന്താണ് ഓസ്റ്റിയോപൊറോസിസ് എന്ന് വിശദീകരിക്കാമോ? ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത് പ്രധാനമായും എല്ലുകൾക്ക് ഉണ്ടാകുന്ന ബലക്ഷയത്തെയാണ്. അത് നമ്മളിപ്പോൾ ഒരു എല്ലിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു തേനീച്ചക്കൂട് പോലെ സുഷിരങ്ങളുള്ള ഒരു വസ്തുവാണ് എല്ലെന്ന് പറയുന്നത്. പ്രായമാകും തോറും അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങൾ കൊണ്ട് ഈ എല്ലുകളിൽ ഉണ്ടാകുന്ന ഈ സുഷിരങ്ങളുടെ വലിപ്പം കൂടുകയും എല്ലിന്റെ സാന്ദ്രത കുറഞ്ഞു വരികയും ചെയ്യും. ഇതിനെയാണ് നമ്മൾ ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത്. അങ്ങനെ ബലം കുറഞ്ഞ എല്ലുകളിൽ പൊട്ടലുകൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എല്ലാ ആളുകൾക്കും ഒരു പ്രായം കഴിയുമ്പോൾ ഈ അസുഖം കാണപ്പെടുന്നുണ്ടല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അസുഖം, ഈ അസുഖത്തിന് ഒരു തോത് കൂടുന്നത്? അതിൻ്റെ ഒരു കാരണം എന്താണ്? പല തരത്തിലുള്ള ഓസ്റ്റിയോപൊറോസിസ് ഉണ്ട്. നമ്മൾ ഏറ്റവും സാധാരണയായി കാണുന്നത് പ്രായത്തിന്റെ പ്രശ്നം കൊണ്ട് വരുന്ന, പ്രായാധിക്യം കൊണ്ട് വരുന്ന എല്ല് തേയ്മാനമാണ്. അതിനെയാണ് പ്രൈമറി ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത്. കൂടുതലായും സ്ത്രീകളിലാണ് ആർത്തവ വിരാമത്തിന് ശേഷം 50 വയസ്സിനോട് അനുബന്ധിച്ചാണ് ഇത് വരുന്നത്. പുരുഷന്മാരിൽ ഇത് വരാം, പക്ഷെ കുറച്ചും കൂടി ലേറ്റ് ആയിട്ട് ഒരു 60 വയസ്സിന് ശേഷമായിട്ടായിരിക്കാം ഇത് കാണുന്നത്. ഇനി രണ്ടാമതായി മറ്റൊരു വിഭാഗമുണ്ട്. അതിനെയാണ് സെക്കൻഡറി ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത്. പ്രായാധിക്യമല്ലാതെ മറ്റു പല കാരണങ്ങൾ കൊണ്ട് ചെറുപ്പക്കാരിലും ഈ ഓസ്റ്റിയോപൊറോസിസ് വരാം. അതിന് പ്രധാനമായിട്ട് വരുന്നത് ചില മരുന്നുകൾ സ്ഥിരമായി കഴിക്കുന്ന ആളുകളിൽ. ഓസ്റ്റിയോപൊറോസിസ് കൂടുതലായിട്ട് വരുന്നത് സ്റ്റിറോയിഡ് മരുന്നുകൾ കൂടുതൽ ഉപയോഗിക്കുന്ന ആളുകളിൽ, അപസ്മാരത്തിന് സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്ന ആളുകളിൽ, രക്തം കട്ടയാവാതിരിക്കാനായി വാർഫാരിൻ, ഹെപ്പാരിൻ എന്നീ മരുന്നുകളൊക്കെ എടുക്കുന്നവരിലും ഇതിന്റെ റിസ്ക് കൂടുതലാണ്. രണ്ടാമതായി ഹോർമോൺ സംബന്ധമായിട്ടുള്ള ഏറ്റക്കുറച്ചിലുകൾ, തൈറോയിഡ് ഹോർമോൺ, പാരതൈറോയിഡ് ഹോർമോൺ, സെക്സ് ഹോർമോൺ എന്നിവയുടെയൊക്കെ വ്യതിയാനങ്ങൾ കൊണ്ട് ഈ ഓസ്റ്റിയോപൊറോസിസ് റിസ്ക് കൂടുതലാണ്. മൂന്നാമതായി വരുന്നതാണ് ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ലൈഫ് സ്റ്റൈൽ ഇൻഡ്യൂസ്ഡ് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത്. അതിൽ പ്രധാനമായിട്ടും വരുന്നത് അഡിക്ഷൻസ്. ദീർഘകാലമായി പുകവലി, മദ്യപാനം ശീലമാക്കിയവരിൽ ഇതിന്റെ റിസ്ക് വളരെ കൂടുതലാണ്. രണ്ടാമതായി സെഡൻഡറി ലൈഫ് സ്റ്റൈൽ, അതായത് കായികാധ്വാനം തീരെ ഇല്ലാത്ത ജോലികൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ആളുകളിൽ, വ്യായാമം തീരെ ഇല്ലാത്ത ആളുകളിലും ഇതിന്റെ റിസ്കുകൾ വളരെ കൂടുതലാണ്. ഇപ്പൊ ഡോക്ടർ, സ്ത്രീകളിൽ ഇത് കൂടുതലും എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിനുള്ളൊരു കാരണം എന്താണ്? എപ്പോഴൊക്കെയാണ് സ്ത്രീകൾ ഈ മെനോപോസ് സമയത്താണ് കൂടുതലായി ഇത് വരുന്നതെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പൊ അതിനുള്ളൊരു കാരണം എന്താണ്? സ്ത്രീകളിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത് എന്ന് പറയുന്നതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. ബോൺ മിനറലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയയുണ്ട്. അതായത് എല്ലുകളിൽ കാൽഷ്യം ഒന്ന് ഡെപ്പോസിറ്റ് ചെയ്ത് അതിനെ ശക്തിപ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണ് ബോൺ മിനറലൈസേഷൻ എന്ന് പറയുന്നത്. സ്ത്രീകളിൽ ഈസ്ട്രജൻ എന്ന് പറയുന്ന ഒരു ഹോർമോണാണ് ഇതിന് പ്രധാന പങ്ക് വഹിക്കുന്നത്. എന്നാൽ ആർത്തവ വിരാമത്തിന് ശേഷം സ്ത്രീകളിൽ ഈ ഈസ്ട്രജന്റെ അളവ് കുറഞ്ഞു വരികയും അതിന്റെ ഭാഗമായി ഈ മിനറലൈസേഷൻ പ്രക്രിയ തടസ്സപ്പെടുകയും ചെയ്യും. അങ്ങനെയാണ് അവരുടെ എല്ലുകൾക്ക് ബലക്കുറവ് ഉണ്ടാകുന്നത്. ഇതൊരു പാരമ്പര്യമായി വരാനുള്ളൊരു സാധ്യതയുണ്ടോ ഓസ്റ്റിയോപൊറോസിസ്? തീർച്ചയായിട്ടും ഉണ്ട്. നമ്മുടെ മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കൾക്കോ ചെറിയൊരു വീഴ്ച കൊണ്ട് തന്നെ എല്ലുകൾക്ക് പൊട്ടലുണ്ടായ ഒരു ചരിത്രം ഉണ്ടെങ്കിൽ നമുക്കും ഓസ്റ്റിയോപൊറോസിസ് റിസ്ക് ഉണ്ട്. നമ്മൾ അത് അസസ് ചെയ്ത് നോക്കുക തന്നെ വേണം. കാരണം നമ്മുടെ ജെനറ്റിക്സ് നമ്മുടെ ബോൺ ഡെൻസിറ്റി അല്ലെങ്കിൽ എല്ലിന്റെ സാന്ദ്രതയെ വല്ലാതെ സ്വാധീനിക്കുന്ന ഒന്നാണ്. എങ്കിലും നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ട് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഓസ്റ്റിയോപൊറോസിസിനെ തടയാൻ സാധിക്കും. ഇപ്പോൾ ഇതിന് മെയിനായിട്ടും വേദന എന്നുള്ളത് തന്നെ ആയിരിക്കുമല്ലോ പ്രധാനമായിട്ടുള്ള ഒരു ലക്ഷണമായിട്ട് നമുക്ക് പറയുന്നത്. അല്ല, മറ്റെന്തൊക്കെ ലക്ഷണങ്ങളുണ്ട്? ഇതിന് പ്രത്യേക തരം ലക്ഷണങ്ങളൊക്കെ ഉണ്ടോ? ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത് എല്ലുകൾ ഉള്ളിൽ നിന്ന് ക്ഷയിക്കുന്ന അല്ലെങ്കിൽ ദ്രവിക്കുന്ന ഒരു പ്രക്രിയയാണ്.
തുടക്കത്തിൽ ഒരു തരത്തിലുള്ള ലക്ഷണങ്ങളും കണ്ടുകൊള്ളണമെന്നില്ല. എങ്കിലും ചില കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. നട്ടെല്ലിന് വലിപ്പം കുറയുന്നതനുസരിച്ചിട്ട് നട്ടെല്ലിന് ഒരു വളവ് വരാം, ഒരു കൂന് വരാം, അതേപോലെ ഹൈറ്റ് കുറഞ്ഞതായിട്ട് കാണാം, വിട്ടുമാറാത്ത നടുവേദന എന്നിവയെല്ലാം വരാം. പക്ഷെ ഏറ്റവും പ്രധാനം, ചെറിയൊരു വീഴ്ച കൊണ്ട് തന്നെ എല്ലുകൾ പൊട്ടി അതിന്റെ ഭാഗമായി ഹോസ്പിറ്റലിൽ പോകുമ്പോഴായിരിക്കാം ഇതിനെപ്പറ്റി ആദ്യമായി അറിയുന്നത് തന്നെ. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഒരു സൈലന്റ് ഡിസീസ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ വേദന എന്നുള്ളതുണ്ട്, അതല്ലാതെ കണ്ടെത്താൻ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി അതിൻ്റെ ടെസ്റ്റുകൾ നടത്തുമ്പോൾ മാത്രമാണ് ഇത് കണ്ടെത്തുന്നതെന്ന് പറയുമ്പോൾ ഒരു തരത്തിലും ഇത് കണ്ടെത്താൻ കഴിയില്ലേ? നമുക്കിപ്പോൾ വീണ് പെട്ടെന്ന് എല്ലൊടിയുന്നൊക്കെ ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോഴായിരിക്കും ഇങ്ങനെ ഒരു സാഹചര്യമാണ് എന്നുള്ളത് അറിയുന്നത്. അതെ, ഇതിന് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രായാധിക്യത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു വേദനയായി നിസ്സാരമായി തള്ളിക്കളയാതെ ചെറിയ വേദനകൾ തന്നെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് നോക്കേണ്ടതായിട്ടുണ്ട്. ഒരു പരിധി വരെ നമുക്ക് എക്സ്റേയില് നമുക്കിത് കണ്ടെത്താനായിട്ട് കഴിയും. എല്ലുകൾ നമ്മൾ പ്രധാനമായിട്ട് 2 ഭാഗങ്ങളാണുള്ളത്, കോർട്ടെക്സ് അതേപോലെ മെഡുല. ഈ കോർട്ടെക്സ് എന്ന് പറയുന്ന പുറംതോട് കട്ടി കുറഞ്ഞ് ചെറിയ മുട്ടത്തോട് പോലെ തിന്നായി പോകുന്നത് നമുക്ക് എക്സ്റേയിൽ കാണാനായിട്ട് കഴിയും. അതേപോലെ മെഡുലറി ക്യാവിറ്റി വലുതായി ഇരിക്കുന്നത് കാണാം. ഇവയെല്ലാം നമുക്ക് ഒരു പരിധി വരെ നമുക്ക് കണ്ടെത്താൻ കഴിയുമെങ്കിലും കൃത്യമായിട്ടുള്ള ഒരു ഡയഗ്നോസിസ് വരണമെങ്കിൽ നമ്മൾ അതിനെ ഡെക്സാ സ്കാൻ അല്ലെങ്കിൽ ബോൺ മിനറൽ ഡെൻസിറ്റി സ്കാൻ ചെയ്യേണ്ടതായിട്ട് വരും. ഡെക്സാ സ്കാനിനെ പറ്റി ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു, അപ്പോൾ അത് ഒന്നുകൂടി വിശദീകരിക്കാമോ? അത് ഏതൊക്കെ ഭാഗങ്ങളിലുള്ള ഒരു സ്കാനിങ് ആണത്? അതെ, നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഈ ഓസ്റ്റിയോപോറോസിസ് വന്ന ആളുകളിൽ എല്ലുകൾ പൊട്ടാനുള്ള സാധ്യതകളുണ്ടെന്ന് പറയും. അത് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഭാഗങ്ങളാണ് ഇടുപ്പ്, കൈത്തണ്ട, അതേപോലെ നട്ടെല്ല്. അപ്പോൾ ഈ ഭാഗങ്ങളിൽ ചെറിയ റേഡിയേഷൻ ഉപയോഗിച്ച് നമ്മൾ ഈ എല്ലുകളുടെ സാന്ദ്രത അളക്കുന്നു. ഇതിലൂടെ നമുക്കൊരു സ്കോർ കിട്ടുന്നു. ഈ സ്കോർ നോക്കിയിട്ടാണ് ഡോക്ടർമാർ തീരുമാനിക്കുന്നത് ഇവർക്ക് ഓസ്റ്റിയോപോറോസിസ് ഉണ്ടോ എന്നത്. ഈ പ്രോസസ്സാണ് ഡെക്സാ സ്കാൻ, ഡുവൽ എനർജി എക്സ്റേ അബ്സോർപ്ഷ്യോമെട്രി എന്ന് പറയുന്ന ടെസ്റ്റ്. ഈ കിട്ടുന്ന സ്കോർ നോക്കിയിട്ടാണ് നമ്മൾ അവരുടെ ട്രീറ്റ്മെന്റും കാര്യങ്ങളും തീരുമാനിക്കുന്നത്. ഈ ഡെക്സാ സ്കാനിൽ കിട്ടുന്ന സ്കോർ നമുക്കൊരു -1 മുതൽ +1 വരെ നോർമലാണ് പറയുന്നത്. -1 മുതൽ -2.5 വരെ വാല്യൂ ഉള്ള ആളുകളിൽ ഓസ്റ്റിയോപീനിയ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് പറയുന്നത്. അത് എല്ലുകൾക്ക് ബലം കുറഞ്ഞ ഒരു അവസ്ഥയാണ്. എന്നാൽ -2.5നേക്കാളും താഴെയാണ് വാല്യൂ എങ്കിൽ അവർക്ക് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. ഇത് കൂടാതെ മറ്റൊരവസ്ഥ പറയുന്നത്, മുമ്പ് ഒരു ഫ്രാക്ചർ ഉണ്ടായിട്ടുണ്ട്, അവരുടെ വാല്യൂ -2.5 ആണെങ്കിൽ അവരെ നമ്മൾ സിവിയർ ഓസ്റ്റിയോപോറോസിസ് എന്ന ഒരു കാറ്റഗറിയിൽ പെടുത്തും. ഇത് ഈ ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് വളരെ റേഡിയേഷൻ കുറഞ്ഞതും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതും ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ്. ഇതിപ്പോൾ ഈ സ്കാനിങ് ഏതൊക്കെ പ്രായത്തിലുള്ളവർക്ക് ചെയ്യാൻ കഴിയും? കാരണം ഈ ഒരു എല്ലുകളുടെ ബലക്ഷയം എന്നുള്ളത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ എല്ലാവർക്കും ഒരു പ്രായം കഴിയുമ്പോൾ വരുന്നതാണെന്ന് പറഞ്ഞല്ലോ. ഏത് പ്രായം മുതലാണ് ഇത് കൂടുതലും ശ്രദ്ധിക്കേണ്ടത്? അതായത് പീക്ക് ബോൺ മാസ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ശരീരത്തിലെ എല്ലുകൾക്ക് ഏറ്റവും അധികം ബലം ഉണ്ടാകുന്ന ഒരു സമയം എന്ന് പറയുന്നത് 20 വയസ്സിന് 20കളിലെ അവസാനവും അതേപോലെ 30 വയസ്സുകളുടെ തുടക്കത്തിലുമാണ്. അതിനുശേഷം പുരുഷന്മാരിലും സ്ത്രീകളിലും ഒരു ചെറിയ രീതിയിൽ എല്ലുകളുടെ ബലം കുറഞ്ഞു വരുന്നുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഈ ഒരു പ്രക്രിയ പക്ഷേ സ്ത്രീകളിൽ ആർത്തവ വിരാമത്തിന് ശേഷം ഈസ്ട്രജന്റെ കുറവ് കൊണ്ട് ഇതിന്റെ വേഗത കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ 50 വയസ്സിന് ശേഷം സ്ത്രീകളിൽ ഈ ഓസ്റ്റിയോപോറോസിസ് സാധ്യതകൾ കൂടുതലാണ്. പുരുഷന്മാരിൽ കുറച്ച് 60 വയസ്സിന് ശേഷമുണ്ട്. അപ്പോൾ നമ്മളൊരു 50 വയസ്സിന് ശേഷം കൃത്യമായ ഇടവേളകളിൽ ഈ ഒരു ടെസ്റ്റ് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം എടുക്കുന്നത് നല്ലത്. ഈ എല്ലുകൾക്ക് ബലക്ഷയം വന്നു കഴിഞ്ഞാൽ അവർക്കുള്ളൊരു ചികിത്സ അതെങ്ങനെയാണ്? നമ്മൾ പറഞ്ഞ പോലെ ഈ ഓസ്റ്റിയോപോറോസിസ് കണ്ടെത്തി കഴിഞ്ഞാൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ചെറിയ വീഴ്ചകൾ പോലും എല്ലുകൾ പൊട്ടുമെന്നതിനാൽ ആ വീഴ്ചകൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്.
അതിനായി പ്രധാനമായിട്ടും വേണ്ടത് അവർക്ക് വേണ്ട മോണിറ്ററിങ് സപ്പോർട്ടാണ്. ഒന്ന് ബെഡ് സൈഡ് റെയിൽസ് വെക്കുന്നത്, അതേപോലെ ബാത്റൂമിൽ സ്ലിപ്പ് ആവാതിരിക്കാൻ വേണ്ടി ആന്റി സ്ലിപ്പറി ടൈൽസ് ഇടുന്നത്, സൈഡ് റോഡുകൾ ബാത്റൂമുകളിലും വരാന്തകളിലും പിടിച്ചു നടക്കുന്നതിനായി സൈഡ് റോഡുകൾ വെക്കുന്നതൊക്കെ വളരെയധികം സഹായിക്കും. അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മോണിറ്റർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഹെൽപ്പിന് ഒരാൾ എപ്പോഴും കൂടെ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇത് ഫ്രാക്ചർ പ്രിവെന്റ് ചെയ്യാനായിട്ടുള്ളത്. അതേപോലെ ഈ ആള് ഓസ്റ്റിയോപോറോസിന്റെ പ്രധാനമായിട്ടുള്ള കാര്യം കാൽഷ്യം, വൈറ്റമിൻ ഡി നല്ലപോലെ കുറയുന്നുണ്ട്. അപ്പൊ അതിന്റെ സപ്ലിമെന്റ്സ് എപ്പോഴും എടുക്കേണ്ടതായിട്ട് വരും, ദീർഘകാലം എടുക്കേണ്ടതായിട്ട് വരും. കാൽഷ്യം 1000 മുതൽ 1500 മില്ലിഗ്രാം വരെ ഒരു ദിവസം ആവശ്യമായിട്ട് വരുന്നുണ്ട്. വൈറ്റമിൻ ഡി 400 ഇന്റർനാഷണൽ യൂണിറ്റ്സ് മുതൽ 800 ഇന്റർനാഷണൽ യൂണിറ്റ്സ് വരെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ എടുക്കേണ്ടതായിട്ട് വരും. രണ്ടാമതായി ഓസ്റ്റിയോപോറോസിസിന് വേണ്ടി സ്പെസിഫിക് ആയിട്ടുള്ള മരുന്നുകളാണ്. നമ്മൾ മുമ്പ് പറഞ്ഞു, എല്ലുകളിൽ നിന്ന് കാൽഷ്യം വലിച്ചെടുക്കുന്ന പ്രക്രിയ കുറയ്ക്കുകയും എല്ലുകളിൽ കാൽഷ്യം ഡെപ്പോസിറ്റ് ചെയ്യുന്ന പ്രക്രിയ കൂട്ടുകയും ചെയ്യുന്ന മരുന്നുകളുണ്ട്. അപ്പൊ അതിൽ ആദ്യം പറഞ്ഞ എല്ലുകളിൽ നിന്ന് കാൽഷ്യം വലിച്ചെടുക്കുന്നത് പ്രിവെന്റ് ചെയ്യുന്ന മരുന്നുകളെയാണ് നമ്മൾ ആന്റി റിസോപ്റ്റീവ് ഡ്രഗ്സ് എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. ബിസ്ഫോസ്ഫോണേസ് ഗ്രൂപ്പിലെ മരുന്നുകളാണ്. രണ്ടാമതായി എല്ലുകളിൽ കാൽഷ്യം ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന അനബോളിക് മെഡിസിൻസ്. അതിൽ ഒന്നാണ് ടെറിപാരറ്റൈഡ് ഇഞ്ചെക്ഷൻസ്. പല തരത്തിലുള്ള മരുന്നുകൾ, കാൽസിറ്റോണിൻ നെയ്സൽ സ്പ്രേ, അതേപോലെ 6 മാസം കൂടുമ്പോൾ എടുക്കുന്ന ഇഞ്ചക്ഷനുകൾ, ഡിനോസുമാബ് ഇഞ്ചക്ഷൻ, അങ്ങനെ എല്ലാം അവൈലബിൾ ആണ്. എല്ലാം ഒരു ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം ഇതിന്റെ ട്രീറ്റ്മെന്റുകൾ എടുക്കാവുന്നതാണ്. ഇനി എല്ലുകൾ പൊട്ടി എന്ന ഒരു അവസ്ഥയിലാണ് എങ്കിൽ കൂടുതലായും, അതായത് കൈത്തണ്ട, ഇടുപ്പ്, നട്ടല് എന്നീ പൊട്ടലുകളിൽ കൂടുതലായും സർജറി ആവശ്യമായിട്ട് വരുന്നുണ്ട്. എല്ലുകൾക്ക് ബലക്കുറവുള്ളതിനാൽ അത് തന്നെ കൂടാനുള്ള സാധ്യതകൾ കുറവാണ്. അതുകൊണ്ട് കൂടുതലായിട്ടും സർജറി ആവശ്യമായിട്ട് വരാറുണ്ട്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ തന്നെ ഒരു സൈലന്റ് കില്ലർ ആണല്ലോ ഈ അസുഖം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇത് അറിയുകയുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്, ഇത് എന്തെല്ലാം മുൻകരുതൽ എടുക്കാൻ കഴിയും? ഇപ്പോൾ എല്ലുകൾക്ക് ഈ 30 വയസ്സിന് മുകളിലോട്ടുള്ള പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, അതുപോലെ തന്നെ പുരുഷന്മാർക്കും ഇത് വരാനുള്ളൊരു സാധ്യത കൂടുതലാണെന്നും പറഞ്ഞു. ഈ ബലം കൂട്ടാൻ, ഈ എല്ലുകൾക്കുള്ളൊരു ബലം കൂട്ടാൻ എന്താണ് ചെയ്യുന്നത്? നമ്മൾ കേട്ടിട്ടുണ്ട് ഈ കാൽഷ്യത്തിൻ്റെയൊക്കെ കുറവ് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, അത് കൂട്ടാനുള്ള ഭക്ഷണം കഴിക്കുന്നതൊക്കെ നല്ലതാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെ തന്നെയാണോ? അപ്പോൾ എന്തൊക്കെ മുൻകരുതലാണ് ഇതിൽ എടുക്കേണ്ടത്? അതെ, ചെറുപ്പം മുതൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഓസ്റ്റിയോപോറോസിസ് ഒരു പരിധി വരെ നമുക്ക് തടയാനായിട്ട് കഴിയും. ഒന്ന്, നമ്മുടെ ഭക്ഷണത്തിൽ കാൽഷ്യം ധാരാളം അടങ്ങിയ ഭക്ഷണങ്ങൾ, പാല്, മുട്ട, തൈര്, ചെറിയ മീനുകൾ, അതേപോലെ പച്ചക്കറികൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. 2, സൂര്യപ്രകാശം. ദിവസവും ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ഇളം വെയിൽ കൊള്ളുന്നത് വൈറ്റമിൻ ഡി ശരീരത്തിൽ ഉണ്ടായി വരാനായിട്ട് സഹായിക്കുന്നതാണ്. മൂന്നാമതായി വ്യായാമം ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. ദിവസവും 20 മുതൽ 30 മിനിറ്റ് വരെ നടത്തം, ഓട്ടം, അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വ്യായാമം സ്റ്റാർട്ട് ചെയ്യുക, അത് ചെയ്യുക, നിരന്തരമായിട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഏറ്റവും സഹായിക്കുന്ന ഒന്ന്, അതായത് വെയിറ്റ് ട്രെയിനിങ്. നമ്മൾ ഭാരം എടുത്തിട്ടുള്ള എക്സസൈസുകളെല്ലാം എല്ലുകളുടെ ബലം കൂടാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇവയെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതേപോലെ തന്നെ അഡിക്ഷൻസ്, നമ്മൾ നേരത്തെ പറഞ്ഞു, പുകവലി, മദ്യപാനം, ഇത് മുഴുവനായിട്ടും ഒഴിവാക്കുക. ഇത് എല്ലുകളെ മാത്രമല്ല മറ്റു പല അവയവങ്ങൾക്കും അപകടം ഉണ്ടാക്കുന്നതാണ്, ക്യാൻസർ സാധ്യതകൾ ഉണ്ടാക്കുന്നതാണ്. അപ്പൊ ഇത് മുഴുവനായിട്ടും ഒഴിവാക്കുക. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ തേയ്മാനവും, എല്ലുകളുടെ ഒരു തേയ്മാനവും, അതുപോലെ തന്നെ ബലക്ഷയം. എനിക്ക് തോന്നുന്നു പലർക്കും അറിയുന്ന, അല്ലെങ്കിൽ പലരും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യം രണ്ടും ഒന്നാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ്? അതെ, അത് വളരെ കോമൺ ആയ രോഗികളുടെ ഇടയിലുള്ള വലിയൊരു കൺഫ്യൂഷനാണ് എല്ല് തേയ്മാനവും ഓസ്റ്റിയോപോറോസിസ്, അതായത് അസ്ഥിക്ഷയവും ഒന്നാണെന്നുള്ളത്. യഥാർത്ഥത്തിൽ ഇത് രണ്ടാണ്. എല്ല് തേയ്മാനം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും
ജോയിന്റുകളുടെ ഇടുപ്പിന്റെയോ അല്ലെങ്കിൽ മുട്ടിന്റെയോ ജോയിന്റുകളുടെ ഉള്ളിലുള്ള എല്ലുകളുടെ ഇടയിൽ കാണുന്ന തരുണാസ്ഥി, അതായത് കാർട്ടിലേജിന്റെ തേയ്മാനം കൊണ്ട് സംഭവിക്കുന്നതിനാണ്. അതിന്റെ ഭാഗമായി എല്ലുകൾ അടുത്തു വരികയും അത് തമ്മിൽ ഉരയുകയും അതിന്റെ ഭാഗമായിട്ട് നീർക്കെട്ടും വേദനയും സംഭവിക്കാം. ഈ തേയ്മാനം എന്ന് പറയുന്നത് കൂടുതലായിട്ട് നമുക്ക് പ്രായത്തിന്റെ ഭാഗമായിട്ട് വരാം, അതല്ലെങ്കിൽ മുമ്പ് ഉണ്ടായിട്ടുള്ള ഒരു ട്രോമയുടെ ഭാഗമായിട്ട് വരാം. നമുക്ക് ഈ പറയുന്ന പോലെ നമുക്കത് വേദനയും നീർക്കെട്ടുമായിട്ട് തന്നെ നമുക്കത് കണ്ടെത്താൻ കഴിയും. ഓസ്റ്റിയോപോറോസിസ് എന്നാൽ കൂടുതലും എല്ലുകളെയാണ് ബാധിക്കുന്നത്. അതിന് ജോയിന്റ് വേദന ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അത് നമുക്ക് കണ്ടെത്താനും ചിലപ്പോൾ വൈകി പോകാം. ചിലപ്പോൾ അത് ഒരു എല്ല് പൊട്ടലിന് ശേഷമായിരിക്കും നമ്മളത് കണ്ടെത്തുന്നത്. ഈ രണ്ടിനും ഈ പറയുന്ന പോലെ തുടക്കത്തിൽ നമ്മൾ മരുന്നിന്റെ ട്രീറ്റ്മെന്റുകൾ തന്നെയാണ് ചെയ്യുന്നത്. തേയ്മാനം കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സർജറിയിലേക്ക് പോകേണ്ടതായിട്ട് വരും. മറ്റൊരു സംശയമുള്ളത്, ഈ തേയ്മാനവും അതുപോലെ തന്നെ ശരീരഭാരവും തമ്മിലൊരു ബന്ധമുണ്ടോ? അങ്ങനെ ശരീരഭാരം ഉള്ളവർക്കാണ് തേയ്മാനം വരുന്നത്, അങ്ങനെ നമുക്ക് പറയാൻ കഴിയുമോ? അത് തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ? അതെ, എല്ല് തേയ്മാനം, അതായത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് നമ്മുടെ ഭാരവുമായിട്ട് വലിയ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം മുട്ടിൽ കൂടെ വരുന്ന ലോഡ് കുറയ്ക്കാൻ കഴിഞ്ഞാൽ, അതായത് ഭാരം കുറയ്ക്കാൻ കഴിഞ്ഞാൽ തേയ്മാനത്തിന്റെ സംബന്ധമായിട്ടുള്ള വേദനകൾ നല്ലപോലെ കുറയ്ക്കാനായിട്ട് കഴിയും. എന്നാൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓസ്റ്റിയോപോറോസിസ്, അതായത് അസ്ഥിക്ഷയം, അതിൽ കൂടുതലും ഈ ഭാരം കുറഞ്ഞ ആളുകൾ, ലീൻ മസിൽ മാസ് ഉള്ള ആളുകൾക്ക് അസ്ഥിക്ഷയത്തിനുള്ള സാധ്യതകൾ കൂടുതലാണ്. ശരി ഡോക്ടർ, എന്തായാലും ഈ അസ്ഥിക്ഷയം എന്നുള്ളതാണ് ആ ഒരു വിഷയമാണ് നമ്മൾ ഇത്ര നേരം സംസാരിച്ചത്. നേരത്തെ പറഞ്ഞതിൽ അസ്ഥി തേയ്മാനവും അതുപോലെ തന്നെ അസ്ഥിക്ഷയവും ഒന്നാണ് എന്ന് കരുതുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് ആ ഒരു തെറ്റിദ്ധാരണ നമ്മൾ മാറ്റിക്കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തായാലും ഡോക്ടർ വളരെ നന്ദി പരിപാടിയിൽ പങ്കെടുത്തതിന്. തലശ്ശേരി മിഷൻ ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ അരുൺ കുമാർ ആയിരുന്നു നമ്മളോട് സംസാരിച്ചത്. ഡോക്ടർ ഹിയർ പരിപാടി അവസാനിക്കുന്നു. നമസ്കാരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.